നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എ.ആർ. റഹ്മാൻ തീർത്ത നിരവധി പ്രണയഗാനങ്ങൾ. ശ്രുതി തകർന്ന് എല്ലാം നിശ്ചലമാകുന്നത് പോലെ റഹ്മാൻ്റെ ദാമ്പത്യ ജീവിതം തകർന്നു. സിനിമാ ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു വിവാഹമോചനം. സംഗീതപ്രേമികൾക്ക് എല്ലാമായ എ.ആർ. റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിഞ്ഞു. നീണ്ട 29 വർഷത്തെ ദാമ്പത്യത്തിനാണ് ഒടുവിൽ തിരശീല വീണത്. 3 പതിറ്റാണ്ട് 30 വർഷമെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്ന് റഹ്മാൻ പറയുന്നു. എന്നാൽ തകർന്ന ഹൃദയത്തോടെ ഇന്ന് റഹ്മാൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. തൻ്റെ അഭിഭാഷക മുഖാന്തരം സൈറ ബാനുവാണ് വിവാഹമോചനക്കാര്യം പ്രഖ്യാപിച്ചത്. വൈകാരികമായ ഒരുപിടി സംഘർഷങ്ങൾ, ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യം, ഏറെ വേദനയോടെ കടുത്ത തീരുമാനമെടുത്തു എന്നാണ് അവർ പറഞ്ഞത്. കുടുംബത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കണം എന്ന് പറഞ്ഞ് റഹ്മാൻ്റെ മകൻ രംഗത്തെത്തി. റഹ്മാൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ സംഗീതം പോലെ തന്നെ ഒരു അത്ഭുത കഥയാണ്. സംഗീത ലോകത്തേക്ക് കടന്നു വന്ന റഹ്മാന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഈണം ചിട്ടപ്പെടുത്തുന്നതൊക്കെ പാതിരാത്രിയിൽ. വൈകുന്നേരമാണ് റഹ്മാൻ്റെ ഒരു ദിനചര്യ തുടങ്ങുന്നത്. അത് അവസാനിക്കുന്നത് പുലർച്ചെ. ഇന്നും ഇന്നലെയുമല്ല, വർഷങ്ങളായി തുടരുന്ന ശീലമാണിത് റഹ്മാന്. പകൽ നേരം കുറച്ച് മയക്കം മാത്രം. റഹ്മാന്റെ ജീവിതത്തിലെ രാവുകൾ അങ്ങനെ കൊഴിഞ്ഞു വീണു. സൈറയെ വിവാഹം കഴിച്ച കാലഘട്ടത്തെക്കുറിച്ചൊക്കെ റഹ്മാൻ തൻ്റെ അഭിമുഖങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. വിവാഹം കഴിക്കണമെന്ന സമ്മർദ്ദം തന്നിൽ ശക്തമായപ്പോൾ ഒരിക്കൽ അമ്മയോട് പറഞ്ഞു, എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല, അമ്മ തന്നെ എനിക്കൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് തരണം. തൻ്റെ മനസ്സിലെ സങ്കല്പമൊക്കെ റഹ്മാൻ അമ്മയോട് പറഞ്ഞു. 1994 ചെന്നൈയിലെ ഒരു സൂഫി ആരാധനാലയത്തിൽ വെച്ച് അമ്മ ഒരു പെൺകുട്ടിയെ കാണുന്നു. മെഹറുന്നുസ എന്ന പെൺകുട്ടിയായിരുന്നു അത്. അവരുടെ വീട്ടിൽ റഹ്മാൻ്റെ അമ്മയെത്തി. റഹ്മാന് വേണ്ടി പെണ്ണു ചോദിച്ച അമ്മയോട് മെഹറുന്നുസയുടെ വാക്കുകൾ, ഞാൻ വിവാഹിതയാണ്. 2 വർഷം മുമ്പ് 1993 തൻ്റെ വിവാഹം റഹ്മാനുമായി കഴിഞ്ഞു. പ്രശസ്ത നടൻ റഹ്മാൻ്റെ ഭാര്യയാണ് അന്ന് മെഹറുന്നിസ. മെഹറുന്നിസ പറഞ്ഞു, എൻ്റെ അനിയത്തി സൈറ ബാനുവുണ്ട്, അവളെ കാണാം. അങ്ങനെ സൈറയെ വിളിച്ചു വരുത്തി. ഒറ്റ നോട്ടത്തിൽ സൈറയെ അമ്മയ്ക്ക് ഇഷ്ടമായി. തിരികെ റഹ്മാനോട് വന്നു പറഞ്ഞു, കണ്ടതും ഇഷ്ടപ്പെട്ടതുമൊക്കെ മെഹറിനെയാണ്. എന്നാൽ അവളുടെ സഹോദരി അവളെക്കാൾ സുന്ദരിയാണ്. സൈറ എന്നാണ് അവളുടെ പേര്. സൈറയുടെ സൗന്ദര്യവും സൗമ്യമായ പെരുമാറ്റവുമൊക്കെ റഹ്മാനെയും ആകർഷിച്ചു. തുടർന്ന് ഇരുവരും തമ്മിലുള്ള വിവാഹം. സംഗീത ലോകത്തിൽ ഇന്ത്യയുടെ മേൽവിലാസമാണ് എ.ആർ. റഹ്മാൻ. അദ്ദേഹം ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു. ദിലീപ് കുമാർ എന്നാണ് യഥാർത്ഥ പേര്. ഇന്ത്യൻ ജനതയുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇത്രയേറെ ഇറങ്ങിച്ചെന്ന മറ്റൊരു സംഗീതജ്ഞൻ ഇന്ത്യയിലില്ല. തൻ്റെ മാസ്മരിക സംഗീതം കൊണ്ട് തലമുറകളെ അനുഗ്രഹീതരാക്കി മാറ്റി ആ മാന്ത്രികൻ. 1967 ജനുവരിയിലായിരുന്നു റഹ്മാൻ്റെ ജനനം. അന്നത്തെ മദ്രാശിയിലാണ് റഹ്മാൻ ജനിക്കുന്നത്. ആർ.കെ. ശേഖർ എന്ന സംഗീത സംവിധായകനാണ് റഹ്മാൻ്റെ അച്ഛൻ. ബോളിവുഡിൽ അന്ന് പ്രശസ്തനായ ഇതിഹാസ താരം ദിലീപ് കുമാറിനോടുള്ള സ്നേഹം കൊണ്ടാണ് ആർ.കെ. ശേഖർ തൻ്റെ മകന് ദിലീപ് കുമാർ എന്ന് പേരിട്ടത്. അച്ഛനോടൊപ്പം സ്ഥിരമായി ദിലീപും മ്യൂസിക് കമ്പോസിങ്ങിന് പോകുമായിരുന്നു. കൊച്ചുനാളിൽ സംഗീതം അവൻ്റെ ലഹരിയായി. കീബോർഡിൽ ഞെട്ടിക്കുന്ന ഈ ബാലനെ കണ്ട് ഭാവിയിൽ അവൻ പ്രശസ്ത സംഗീത സംവിധായകനാകുമെന്ന് പലരും പ്രവചിച്ചു. എന്നാൽ അച്ഛൻ്റെ മരണത്തോടെ എല്ലാം കീഴ്മേൽ മറിഞ്ഞു. അന്ന് റഹ്മാന് പ്രായം വെറും 9 വയസ്സ് മാത്രം. അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം റഹ്മാൻ്റെ തലയിൽ വന്നു വീണു. അച്ഛൻ ഒന്നും സമ്പാദിച്ചു വെച്ചില്ല. തുടർന്ന് 11ാം വയസ്സിൽ ജോലി ചെയ്യാൻ ഇറങ്ങി കുഞ്ഞു റഹ്മാൻ. അച്ഛൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ നോക്കിയിരുന്ന ഒരു സൂഫി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് വരെ ആ സൂഫിയുടെ സാന്നിധ്യം. 7-8 വർഷം കഴിഞ്ഞ് അതേ സൂഫി വീണ്ടും റഹ്മാനെയും അമ്മയെയും കാണാനെത്തി. അദ്ദേഹത്തിൻ്റെ നിർബന്ധം. പിന്നീട് അമ്മ ഇസ്ലാം മതത്തിൽ ആകൃഷ്ടയായി. ആത്മീയമായി ഏറെ ആക്റ്റീവായിരുന്നു തൻ്റെ അമ്മയെന്ന് റഹ്മാൻ പല അവസരങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു. വീട്ടിലെ ചുവരിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളും മേരി മാതാവിൻ്റെയും മെക്കയുടെയും ഒക്കെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ആർ.കെ. ശേഖറിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് ആ കുടുംബം ജീവിച്ചത്. ജീവിതത്തിൽ പകച്ചു നിന്ന റഹ്മാൻ 11ാം വയസ്സ് മുതൽ ജോലി ചെയ്തു. പിന്നീട് പഠനം പുനരാരംഭിച്ചു. എന്നാൽ ലോകം പിന്നീട് അദ്ദേഹത്തെ അറിയുന്നത് എ.ആർ. റഹ്മാൻ എന്ന സംഗീതജ്ഞനായി. റോജ എന്ന സിനിമയുടെ കാലഘട്ടം. അന്ന് ദിലീപ് കുമാർ എന്ന പേര് മാറ്റി എ.ആർ. റഹ്മാൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. സൈറ ബാനുവിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചോ അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചോ
ഒരു അഭിമുഖങ്ങളിൽ പോലും റഹ്മാൻ വ്യക്തമാക്കിയിരുന്നില്ല. പ്രത്യേകതരം ഒരു ഫ്രസ്ട്രേഷൻ ഉടമയാണ് സൈറ ബാനു എന്നിടയ്ക്ക് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തന്റെ കുടുംബജീവിതം പൂർണ്ണമായി സ്വകാര്യ തലത്തിൽ സൂക്ഷിക്കാനാണ് റഹ്മാൻ താൽപ്പര്യപ്പെട്ടത്. 95 മാർച്ചിലായിരുന്നു ഇരുവരുടെയും വിവാഹം. ഗുജറാത്തിലാണ് സൈറ ബാനുവിന്റെ കുടുംബ വേരുകൾ. 1973 ഡിസംബറിൽ ഗുജറാത്തിലെ കച്ചിലായിരുന്നു സൈറയുടെ ജനനം. AR റഹ്മാനേക്കാൾ 7 വയസ്സ് കുറവ്. തൻ്റെ 28ാം വയസ്സിലാണ് 22 വയസ്സ് പ്രായമുള്ള സൈറയെ റഹ്മാൻ വിവാഹം കഴിക്കുന്നത്. റഹ്മാൻ സൈറ ദമ്പതികൾക്ക് 3 മക്കൾ. ഖദീജ റഹ്മാൻ, AN അമീൻ, റഹീമ റഹ്മാൻ. ഏറെ ഹൃദയവേദനയോടെ ഒടുവിൽ റഹ്മാൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു, ഈ ബന്ധം 30-ലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാനാകാത്ത ഒരവസാനമുണ്ട്. തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിൻ്റെ സിംഹാസനം പോലും വിറച്ചേക്കാം. വീണ്ടും പഴയപടിയാകില്ല എങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ്. ആകെ തകർന്ന ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയയ്ക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു. തൻ്റെ വിവാഹ സമയത്ത് 3 നിബന്ധനകളായിരുന്നു അന്ന് റഹ്മാൻ അമ്മയ്ക്ക് മുന്നിൽ വെച്ചത്. സംഗീതത്തെ സ്നേഹിക്കുന്നവളായിരിക്കണം, തൻ്റെ ദിനചര്യകൾ പൂർണ്ണമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവളായിരിക്കണം, നല്ല മനുഷ്യത്വമുള്ളവളായിരിക്കണം. എന്നാൽ അമ്മയെ സംബന്ധിച്ച് നല്ല മനുഷ്യത്വമുള്ള കുട്ടിയെ കണ്ടുപിടിക്കുക അത് ശ്രമകരമായിരുന്നു. 3ാമത്തെ നിബന്ധന മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. അതായിരുന്നു റഹ്മാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും. വിവാഹത്തെയും പങ്കാളികളെയും കുറിച്ചുള്ള സങ്കല്പങ്ങൾ പല വ്യക്തികൾക്കും പല തലങ്ങളിലും പല തരത്തിലുമുള്ളതാണ്. നേരത്തെ തന്നെ സ്വന്തം രീതികൾ സൈറയെ അറിയിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ റഹ്മാൻ പറയുന്നത്. അവർക്കിടയിൽ അസ്വസ്ഥതകൾ മുളപൊട്ടിയിട്ട് ഒരുപാട് കാലമായി. ഏറെ വൈകി ഇരുവരും തമ്മിൽ പിരിയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആശങ്കയോടെ സിനിമാ വൃത്തങ്ങൾ നോക്കുന്നത്. റഹ്മാനെ ഏറെ സ്നേഹിക്കുന്നവർ ആശ്ചര്യം കൂറുന്നു. ഇവർക്ക് എന്താണ് സംഭവിച്ചത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.